ഈ പറഞ്ഞത് മാറ്റി പറയാൻ പറ്റുമോ പിള്ളേച്ച? ഒരബദ്ധം പറ്റി ഗൈസ്. ഞാൻ വലിയ ഹൈപ്പിൽ ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്ത്. പൊന്നാര മക്കളെ പാവമുണ്ട്, അതിനെ ആരും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ നമ്പർ വീഡിയോസിലൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചു. ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരോടൊക്കെ ജസ്ന സലീം ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇനി ആ കൊച്ചിന് മനസ്സിലായിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഹലോ, എന്താ കാര്യം എന്താ ചോദിച്ചാൽ പറയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ചൂടാവല്ലേ ചൂടാവല്ലേടോ എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ചെയ്യാടോ എന്നും പറഞ്ഞ് ഞാൻ കട്ടാക്കി. വീഡിയോ എഡിറ്റ് ചെയ്യാടോ എന്നും പറഞ്ഞ് കട്ട് ചെയ്താൽ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിൻ്റെ കേടായിരുന്നു കർത്താവേ എനിക്ക്. എവിടോ കിടക്കുന്ന ഇതിനെടുത്ത് നമ്മൾ ടൗസറിൻ്റെ ഉള്ളിലിട്ട് എന്ന് പറയില്ലേ, അതേ അവസ്ഥ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, കൊച്ചിനെ പറ്റി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിടുന്നതിൽ ഒരു തെറ്റില്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മുടെ തെറി ബീബിയുമായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ തെറി ബീബി പറയുന്നതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. എന്ത് തോന്നിയാസവും വിളിച്ച് പറഞ്ഞാലും അതൊരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയോ ശാരീരികമായിട്ട് തളർത്തുകയോ എന്നൊന്നും നോക്കാതെ തെറി ബീബി വളരെ മോശമായിട്ട്, തെറി ബീബിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മക്കളെക്കുറിച്ച് മോശം പറയുക എന്നുള്ളതാണ്. മക്കളെക്കുറിച്ച് മോശം പറയുക. തെറി ബീബിൻ്റെ മക്കളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തെറി ബീബി മറ്റേ ചില വെളിച്ചപ്പാട് തുള്ളുന്നുണ്ടില്ലേ, അതേപോലെ തുള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കഷ്ടപ്പെട്ട് നമ്പർ തപ്പി വിളിച്ചത്. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിയോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ വാക്ക് തിരിഞ്ഞ് പറയാൻ പറ്റുമോ പിള്ളേച്ച? ഞാനാണെങ്കിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാം, കുട്ടിയുടെ സാഹചര്യമായിരിക്കാം, മേ ബി എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഞാൻ പൊതുവെ എന്നെ വിളിച്ചാൽ ഒരു മനുഷ്യനും കിട്ടില്ല. ആരെ വിളിച്ചാലും ബിസി എന്നേ പറയുള്ളൂ. കാരണം എൻ്റെ ഫോൺ ബിസി ആക്കിയിട്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അങ്ങോട്ട് കയറി വിളിക്കുന്നത്. അതിങ്ങനെ ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഒരു സ്ത്രീയാണ്, കുഞ്ഞു മക്കളുണ്ട്, ആ ഒരു പരിഗണനയായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ ഷാജി ഈ വീഡിയോ കാണുമെങ്കിൽ പൊന്നാര മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കൂടി വെറുപ്പിക്കരുത്. നമുക്ക് ആരും ഒരാൾ സപ്പോർട്ടില്ലാതായിപ്പോയാൽ നമ്മൾ അത്രമേൽ സ്വീപ്പായി പോകും. കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ എന്നെ ഈ ഭൂമിയിൽ നോക്കിയാൽ ആരും ഭൂമിയിൽ നോക്കിയാൽ കാണില്ല, എന്നെ എയറിൽ നോക്കിയാലേ കാണുള്ളൂ. അതേപോലെ ഏത് നേരം എയറിൽ നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് കുട്ടിക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ വളരെയധികം വിഷമമായിപ്പോയി. നമ്മൾ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വിളിക്കുന്ന പോലെ ഫോൺ അറ്റൻഡ് ചെയ്ത് മറ്റേ സോഫ്റ്റായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തിയാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രമേൽ മാനസികമായിട്ട് സന്തോഷം. ഈ സോഷ്യൽ മീഡിയ കൂടെ തെറി വിളിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ആയി എന്നുള്ളൊരു ചിന്താഗതി വേണ്ട. ഈ ഒരു ചെറിയൊരു നിമിഷം മതി നമുക്ക് പതറിപ്പോവാൻ. അനുഭവം ഉള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തേണ്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ബൈ, ജസ്ന സലീം.